കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലും ആകാംക്ഷയോടെ ഫലം കാത്തിരിക്കുകയാണ് കേരളീയർ. പ്രത്യേകിച്ച് 3 മുന്നണികളും ആകാംക്ഷയോടെയും ടെൻഷനോടെയൊക്കെ കാത്തിരിക്കുന്നു. വോട്ട് എണ്ണുന്നതിന് മുന്നേ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നു. സ്ട്രോങ് റൂം തുറക്കുന്നു. VVPAT മെഷീൻ എല്ലാം അവിടെ ഭദ്രമാണ് എന്ന് ഉറപ്പിക്കുന്നു. വോട്ടെണ്ണാനുള്ള സമയം ഏതാണ്ട് ആയിട്ടുണ്ട്. അതിനു മുന്നേ ഉള്ള ക്രമീകരണങ്ങളുടെ ചിത്രീകരണമാണിത്. എങ്ങനെയാണ് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടെണ്ണുന്നതും VVPAT മെഷീൻ സൂക്ഷിക്കുന്നതും മറ്റു ക്രമീകരണങ്ങളുടെ ഒരു വാർത്തയാണ് നിങ്ങളീ കാണുന്നത്. എന്തായാലും നെഞ്ചിടിപ്പോടെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ മുന്നണികളും ഒപ്പം ആകാംക്ഷയോടെ മലയാളികളും കാത്തിരിക്കുന്ന ഇലക്ഷൻ്റെ റിസൾട്ട് വളരെ വേഗം പുറത്തു വരുന്നതാണ്. അതിനു മുന്നോടിയായുള്ള ക്രമീകരണങ്ങളും മറ്റു ക്രമീകരണങ്ങളുമൊക്കെയാണ് ഈ ചിത്രീകരണം. ആര് ജയിക്കും? താമര വിരിയുമോ? കൈ വീശുമോ? അതോ LDF തൂത്തുമ്പാരുമോ? എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കും. ഫലം എന്ത് തന്നെയായാലും മലയാളികൾക്ക് അതൊരു അനുഭവമായിരിക്കും. ഇടതുമുന്നണിയുടെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തലാകുമോ ഫലം? കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒപ്പം പ്രതിപക്ഷത്തിന്, മുഖ്യപ്രതിപക്ഷമായ UDFന് മേൽക്കൈ ഉണ്ടാകുമോ? അതോ ഇവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താമര വിരിയും? എന്തായാലും ആകാംക്ഷയുടെ ടെൻഷൻ മാറാൻ, ആകാംക്ഷയ്ക്ക് വിരാമമിടാൻ ഇനി ഏതാനും മിനിറ്റുകളും മാത്രമാണ് ബാക്കി. എന്തായാലും വോട്ടെണ്ണൽ എങ്ങനെയാണ് തുടങ്ങുന്നത്, അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഈ ചിത്രീകരണത്തിലൂടെ വിശദീകരിച്ചിരിക്കുന്നു. എല്ലാ സ്ഥാനാർത്ഥികൾക്കും ആശംസകൾ നേരുന്നു. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ വിശേഷങ്ങളും വാർത്തകളും അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും ഷാഹി ഇഫക്റ്റ് നിങ്ങളോടൊപ്പം ഉണ്ട്. എന്തായാലും വാർത്തകൾ കാണുക. ആലോചിക്കും, കണ്ടറിയാം. എന്തായാലും ആകാംക്ഷയുടെ മുൻപിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. സോ കൗണ്ട് ഡൗൺ കേരള.